ഹലോ ഹായ് ഇറ്റ്സ് മീ മിസ്റ്റർ ക്രിയേറ്റർ ആൻഡ് വെൽക്കം 50 ഡേയ്സ് ഓഫ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. 3 ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന് പറയുന്നത് കസ്റ്റമർ. ഈ ഒരു കസ്റ്റമർ നമുക്ക് ഓർഗാനിക് ഉപയോഗിച്ചോ പെയ്ഡ് മാർക്കറ്റിംഗ് ഉപയോഗിച്ചോ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തിക്കാൻ കഴിയും. 2 എന്ന് പറയുന്നത് സ്റ്റോറാണ്. ഈ സ്റ്റോറ് നമുക്ക് ഏതൊരു കോഡിംഗ് ലാംഗ്വേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയർ വെച്ചോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ കോഴ്സിൽ ഉപയോഗിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത് ഷോപ്പിഫൈ ആണ്. ഷോപ്പിഫൈൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. 3 എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്ലയർ ആണ്. ഷോപ്പിഫൈ ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനും പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിവുമുള്ള സപ്ലൈസ് വളരെ കുറവാണ്. 3 സെഗ്മെന്റ് നമ്മൾ പറഞ്ഞുവെങ്കിലും ഇതിൽ കാര്യമായി ഫോക്കസ് ചെയ്യേണ്ടത് 2 സെഗ്മെന്റാണ്. ഒന്ന് പറയുന്നത് സ്റ്റോർ, നിങ്ങളുടെ സ്റ്റോർ. 2 എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്ലയർ. സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചാൽ നമ്മളുടെ വെബ്സൈറ്റിനെയാണ് സ്റ്റോർ എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിലായിരിക്കും ഈ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുക. ഈ ആഡ് എന്ന് വരുന്ന കസ്റ്റമേഴ്സ് ആ വെബ്സൈറ്റിലേക്കാവും ചെല്ലുന്നുണ്ടാവുക. ആ വെബ്സൈറ്റിലാവണം നിങ്ങളുടെ ബൈ നൗ ബട്ടൺ, ആഡ് ടു കാർട്ട് ബട്ടൺ, അതിലുള്ള കണ്ടന്റ്സ്, ഡീറ്റെയിൽസ്, ഇമേജസ് ഇതെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ട ചുമതല ഈ ഒരു സ്റ്റോറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് സപ്ലയർ. സപ്ലയറിന് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾക്കൊരു ഓർഡർ വന്നാൽ അത് ഫുൾഫിൽ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ അത് നല്ല രീതിയിൽ ഫുൾഫിൽമെന്റ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുക എന്നത് ഒരു പാർട്ട്. ഇത് കാര്യമായി ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് സപ്ലയേഴ്സ് ആണ്. അപ്പോൾ നല്ലൊരു സപ്ലയറിനെ കണ്ടുപിടിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഈ 2 പാർട്ട് നമ്മൾ കാര്യമായി ഫോക്കസ് ചെയ്താൽ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസിന്റെ എല്ലാ രീതിയിലുള്ള സെക്ഷൻസും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.